നമസ്കാരം. സാഫിർജാൻ EXന്റെ പുതിയ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഫംഗ്ഷനെ കുറിച്ചാണ്, അഥവാ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഇൻ ടാലി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പറയാറുള്ള ഒരു സംഭവമാണ് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോറിനെ കുറിച്ചുള്ള ക്ലാസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നുള്ളതാണ്. അപ്പോൾ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ഡാറ്റകളും അത് പിന്നെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് സി ഡ്രൈവിലുള്ള ഒരു ഫോൾഡറിലോട്ടാണ്. അപ്പോൾ സി ഡ്രൈവിൽ ടാലി ERP9 എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ടാവും നമ്മൾ ചെയ്യുന്ന എല്ലാവിധ പിന്നെ കമ്പനി ഡാറ്റകളും സേവ് ചെയ്യപ്പെടുന്നത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മോട് ചോദിക്കാറുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കമ്പനി ഏത് ഭാഗത്തോട്ടാണ്, എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ലൊക്കേഷൻ നമുക്ക് ടാലി തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാറുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ടാലിയിൽ നമ്മൾ കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നോക്കുക, നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആദ്യം ചോദിക്കുന്നത് തന്നെ ഡയറക്ടറിയാണ്. അതായത് സി ഡ്രൈവിലുള്ള യൂസേഴ്സ് എന്ന് പറയുന്നതിൽ പബ്ലിക്കലി ടാലി ERP9 ഡാറ്റ എന്ന ഫോൾഡറിലോട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കമ്പനികളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സി ഡ്രൈവിൽ പറഞ്ഞ പോലെ നമുക്ക് എടുക്കുകയാണെങ്കിൽ സിയിൽ യൂസേഴ്സിൽ പബ്ലിക്കിൽ, ഓക്കെ നമുക്ക് എടുത്ത് നോക്കാം. മൈ കമ്പ്യൂട്ടറിൽ സി ഡ്രൈവിൽ പിന്നെ യൂസേഴ്സിൽ പബ്ലിക്കിൽ ഏതിലാണ് വരുന്നത്, നമ്മൾ ടാലി ERP9 അതിൽ ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡർ. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്ന ഈ ഫോൾഡറിൽ കണ്ട ഒരുപാട് നമ്പർ കോഡ്, അതായത് 10,000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10,001, 2, 3 വെച്ചിട്ട് അങ്ങനെ ടോട്ടലി വരുന്നപ്പോൾ ഇതിലിപ്പോൾ എത്ര ഉണ്ട്, ഏകദേശം 10,120 ഫോൾഡേഴ്സ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ കമ്പനികളാണ്, നമ്മൾ ടാലിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഓരോ കമ്പനികളാണ്. അപ്പോൾ ഈ പിന്നെ ഇതിലിപ്പോൾ നമ്മളെ കമ്പനി നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കമ്പനി നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ടാലി നമ്മളറിയാം എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാറെന്നുള്ളതല്ലേ. അപ്പോൾ കമ്പനി നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തൊരു കമ്പനിയെ ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഫോൾഡർ നമുക്കവിടെ കാണാൻ സാധിക്കില്ല, കാരണം ഇത് ഡാറ്റ നമുക്ക് പോയി കഴിഞ്ഞു. എന്നാൽ നമ്മളത് ഓൾറെഡി ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസത്തെ ഡാറ്റകളും നമ്മൾ ബാക്കപ്പ് ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളെ കമ്പനി നമുക്കതിൽ മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ സിയിൽ ടാലിയിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് എന്നും നമ്മൾ ചെയ്യുന്ന ഓരോ ഡാറ്റകളും നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടാലും തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ സാധിക്കില്ല, റീസ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലൊരു രീതിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് നേരെ ബാക്കപ്പിൽ പോവുക. ഓക്കെ, ബാക്കപ്പ് അതായത് നമ്മുടെ പിന്നെ കമ്പനി ഇൻഫോയിലുണ്ടാവും ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ചോദിക്കും നമ്മോട് സിയിൽ യൂസേഴ്സിൽ പബ്ലിക്കലി ടാലിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് നമ്മുടെ ഇത് മാറ്റേണ്ടത്, അതായത് നമ്മളെ ലൊക്കേഷൻ മാറ്റേണ്ടത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുകയാണ് D കൊടുക്കേണ്ടത്. ഇന്ന് എങ്ങനെയാണോ മുകളിൽ കൊടുത്തത് അതേപോലെ കൊടുക്കുക. ഡിയിൽ ഞാൻ സ്ലാഷൊക്കെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, അതേപോലെ ചെയ്യാൻ പോകണം, നമ്മൾ പറഞ്ഞ അതേപോലെ ചെയ്യാൻ പോകണം. പിന്നെ ഡിയിൽ നമ്മൾ കൊടുക്കാൻ പോകേണ്ടത്, ഞാൻ തൽക്കാലം ഒരു പേര് കൊടുക്കുകയാണ്, സാഫിർജാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, സാഫിർജാൻ. അപ്പോൾ ഡിയിൽ സാഫിർജാൻ എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ടാണ് നമ്മൾ ചെയ്യുന്ന ഈ കമ്പനി ഞാൻ എന്ത് ചെയ്യുന്നത്, ബാക്കപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ളൊരു കമ്പനി ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി അതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനത് കൊണ്ടുപോയി എൻ്റർ ചെയ്യുന്നു. ഇനി വേറെ ഏതെങ്കിലും കമ്പനികൾ നമുക്ക് ബാക്കപ്പ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു കമ്പനി മാത്രമേ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, എൻഡ് ഓഫ് ലിസ്റ്റ് അടിച്ചു, നേരെ എൻ്റർ ചെയ്തു. ഓക്കെ,
ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം ആ കമ്പനി അവിടെ ഉണ്ടോയെന്ന്. അതായത് നമ്മൾ ബാക്കപ്പ് ചെയ്ത ഫോൾഡർ അവിടെ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ മൈ കമ്പ്യൂട്ടറിൽ ഡിയിൽ അല്ലേ, ഡിയിൽ നമ്മൾ നോക്കിയാൽ മതി. സാഫിർജാൻ എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണത്. ഇവിടെ കാണാം സാഫിർജാൻ എന്ന ഫോൾഡറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേസമയം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ കമ്പനി ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ചെയ്തു വെച്ച കമ്പനി ഇവിടുന്ന് എന്ത് ചെയ്യാൻ പോവാണ്, ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആ കമ്പനി ഡിലീറ്റ് ചെയ്യേണ്ട കമ്പനി ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ സെലക്ട് ചെയ്യണം. ഏതായിരുന്നു, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു. അതുകൊണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞ കമ്പനി അവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം എനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, Alt F3 അടിക്കുക. Alt F3 അടിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഓൾട്ടറിൽ കയറുക. ഓൾട്ടറിൽ കയറിയിട്ട് എൻ്റർ ചെയ്യുന്നു. Alt D അടിക്കുന്നു. Alt D അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണേ, എൻ്റർ ചെയ്യണേ. ഓക്കെ, ഡിലീറ്റായി. ഇനി നമ്മുടെ കമ്പനി ലിസ്റ്റിൽ ഒരിക്കലും ആ കമ്പനി നമുക്ക് കാണാൻ പറ്റില്ല. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മുടെ കമ്പനി ലിസ്റ്റിലില്ല. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മളെ കയ്യിൽ നിന്ന് എന്തായി പോയിട്ടുണ്ട്, ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ കമ്പനി ഇനി നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ കമ്പനി തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തിരിച്ചെടുക്കാൻ പോകണം. ആ ഡാറ്റ, നഷ്ടപ്പെട്ട ഡാറ്റ നമ്മൾ തിരിച്ചെടുക്കാൻ പോകണം. തിരിച്ചെടുക്കേണ്ടത് ബാക്കപ്പിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും റീസ്റ്റോർ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. റീസ്റ്റോർ എടുക്കാം. അപ്പോൾ റീസ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണിക്കും ഏതാണ് നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത കമ്പനി, നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ച കമ്പനി അവിടെ കാണാൻ പറ്റും. കണ്ട ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്നുണ്ടാവും. അതെടുക്കുന്നു. അതിപ്പോൾ ഡീലാണല്ലേ, നമ്മൾ ലൊക്കേഷൻ ഇപ്പോൾ ഡീലാണ് കിടക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരെ എൻ്റർ ചെയ്തിട്ട് കൊണ്ടുവരിക. എൻ്റർ ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഒന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കാം നമ്മളെ കമ്പനി. സി ഡ്രൈവ് ഇവിടെ നമ്മുടെ കമ്പനി ലിസ്റ്റിൽ ഉണ്ടെങ്കിലേ നമ്മളെ കമ്പനി ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അതവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യലും അത് റീസ്റ്റോർ ചെയ്യലും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നത് ഒറ്റ ദിവസം മാത്രം ചെയ്താൽ പോരാ. അപ്പോൾ ഇന്ന് നമ്മളെ കമ്പനി നമ്മൾ ഡിലീറ്റ് ആക്കി, ഓക്കെ ശരിയാണ്, നമുക്ക് തിരിച്ചു കിട്ടി. ഇനി നാളത്തെ വർക്കുകൾ നമ്മൾ ചെയ്ത ശേഷം അത് വീണ്ടും നമ്മൾ ബാക്കപ്പ് ചെയ്യണം. അങ്ങനെ ഡെയിലി ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതുവരെ ചെയ്ത് വെച്ച വർക്കുകൾ പിന്നീട് നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ അതിലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എന്നാണോ ബാക്കപ്പ് ചെയ്ത് വെച്ച്, ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചു അല്ലേ, ഇനി നാളെ മറ്റന്നാൾ അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം അതുവരെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നീടാണ് നമ്മളെ കമ്പനി ഡിലീറ്റ് ആയി പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്ത് തിരിച്ചു കിട്ടും, കമ്പനി തിരിച്ചു കിട്ടും. പക്ഷേ എന്നാണോ നമ്മൾ ലാസ്റ്റ് ബാക്കപ്പ് ചെയ്തത്, ആ ബാക്കപ്പ് ചെയ്ത അതുവരെയുള്ള ഡാറ്റകൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ കമ്പനിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്, എന്നും ചെയ്യേണ്ട ഒരു സംഭവമാണ് ബാക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സാധാരണ എന്താണ് നമ്മളെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വൈറസ് പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കമ്പനി ഈ സോഫ്റ്റ്വെയർ മിസ്സിംഗ് ഒക്കെ വരും. അപ്പോൾ സോഫ്റ്റ്വെയർ മിസ്സിംഗ് എന്ന് നമുക്ക് സീലുള്ള ഡാറ്റകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. കാരണം സീലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടാലിയുടെ ഫയൽ ഓൾറെഡി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഫോർമാറ്റൊക്കെ ചെയ്യേണ്ടി വന്നാൽ ഒരു പക്ഷേ നമുക്ക് സി മാത്രം ഫോർമാറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, പിന്നീട് ടാലി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പിന്നീട് റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ബാക്കപ്പ് ചെയ്ത ഫയൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഡെയിലി നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അന്നന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കപ്പ് ചെയ്ത് വെക്കണം. ബാക്കപ്പ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അതുവരെയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിലും തിരിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.